നമുക്കിവിടെ ചിത്ത് ചനയുടെ രൂപങ്ങൾ പ്രയോഗിച്ച് നോക്കാം. അപ്പൊ ഈ ചിത്തും ചനയും ഒന്ന് തന്നെയാണ്. അപ്പൊ ഈ ചിത്ത് ചന കിം ശബ്ദത്തിന്റെ കൂടെയാണ് ചേർക്കുക. ഇപ്പൊ പുല്ലിംഗമാണെങ്കിൽ കഹ കൗ കെ എന്നാണ്. അതിൻ്റെ കൂടെ ചിത്ത് അല്ലെങ്കിൽ ചന ചേർക്കാം. കശ്ചന, കൗചന, കേചന, അല്ലെങ്കിൽ കശ്ചിത്, കൗചിത്, കേചിത്. അതേപോലെ 7 വിഭക്തികളിലും ഇങ്ങനെ കിം ശബ്ദത്തിന്റെ രൂപങ്ങളിൽ കൂടെ ചിത്ത് ചന നമുക്ക് യൂസ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള പദങ്ങളാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പോ കശ്ചിത്, കൗചിത്, കേചിത്, കഞ്ചിത്, കൗചിത്, കാൻശ്ചിത്, കേനചിത്, കാഭ്യാൻചിത്, കൈശ്ചിത് എന്നിങ്ങനെ രൂപങ്ങളുണ്ട് പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും നപുംസക ലിംഗത്തിലും. ഓക്കെ, അപ്പൊ അത് പറയാൻ നിന്നാൽ സമയം ഒരുപാട് പോകും. അപ്പൊ ഞാൻ ഇതിന്റെ വാക്യത്തിലോട്ട് നമുക്ക് പോകാം. അപ്പൊ ആദ്യം നോക്കൂ. ഡാഷ് മാതാ ശ്ലോകം വാചയതി. അമ്മ ശ്ലോകം വായിക്കുന്നു, ശ്ലോകത്തെ വായിക്കുന്നു. അപ്പൊ ഏതമ്മ എന്നിവിടെ സ്പഷ്ടമാക്കിയിട്ടില്ല. അപ്പൊ നമ്മള് എന്താ പറയാ, ഏതോ ഒരമ്മ അല്ലെങ്കിൽ ഒരമ്മ എന്നിങ്ങനെ പറയണമെങ്കിൽ മാത എന്ന ശബ്ദത്തിന്റെ തന്നെ, അതായത് സ്ത്രീലിംഗമാണ് അല്ലെ, ഈ മാത എന്ന ശബ്ദം സ്ത്രീലിംഗമായതുകൊണ്ട് തന്നെ കിം ശബ്ദത്തിന്റെ സ്ത്രീലിംഗത്തിന്റെ ചിത്ത് ചന ഇവിടെ കൊടുക്കണം. അപ്പൊ ഇവിടെ എങ്ങനെ വരും? കാച്ചിത്, ഓക്കെ, അല്ലെങ്കിൽ കാചന എന്നിങ്ങനെ കൊടുക്കാം. കാച്ചിത് മാതാ ശ്ലോകം വാചയതി. ഓക്കെ, ഇനി ഗുരുഹു ഡാഷ് ശിഷ്യാൻ പാഠയതി. ഗുരു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു. അപ്പൊ ഏത് ശിഷ്യന്മാരെ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ കിം ശബ്ദത്തിന്റെ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ പറയണം? കാൻ പ്ലസ് ചിദാണ്. അപ്പൊ നമ്മള് കാൻശ്ചിത് എന്ന് പറയാം. കാൻശ്ചിത് ശിഷ്യാൻ പാഠയതി. ഏതോ ഒരു ശിഷ്യന്മാരെ, ഏതോ കുറെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു. ഇനി ഡാഷ് ആപ്പണാത് വസ്തുനി ആനീതാനി. ഷോപ്പിൽ നിന്ന് വസ്തുക്കളെ കൊണ്ടുവന്നു. ഏത് ഷോപ്പിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടില്ല അല്ലെ, ഏത് ഷോപ്പിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ നമ്മള് എന്ത് കൊടുക്കണം? ഇത് ഏത് വിഭക്തിയാണ്? ആപ്പണാത് എന്നുള്ളത് പഞ്ചമി വിഭക്തിയാണ് അല്ലെ. അതുകൊണ്ട് കിം ശബ്ദത്തിന്റെ പഞ്ചമി വിഭക്തി രൂപം അത് പുല്ലിംഗത്തിന്റെ ആയാലും നപുംസകലിംഗത്തിന്റെ ആയാലും ഒരേപോലെയാണ്. കാരണം ആപ്പണാത് വന്നത് പുല്ലിംഗത്തിലും ഇങ്ങനെ തന്നെയാണ്, നപുംസകലിംഗത്തിലും ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ എങ്ങനെ കൊടുക്കാം? കസ്മാചിത്. ഓക്കെ, കസ്മാചിത് ആപ്പണാത് വസ്തുനി ആനീതാനി. ഇനി അടുത്തത് ഗൃഹിണി ഡാഷ് ഭിക്ഷുക്കൈ ധനം ദത്തവതി. ഗൃഹിണി ഭിക്ഷക്കാരിക്ക് ധനം കൊടുത്തു. അപ്പൊ ഏത് ഭിക്ഷക്കാരിക്ക് എന്ന് പറഞ്ഞിട്ടില്ല അല്ലെ. അപ്പൊ ഇവിടെ ഈ ഭിക്ഷുക്കൈ എന്നത് ഏത് വിഭക്തിയാണ്? ചതുർത്ഥി വിഭക്തിയാണ്, സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് തന്നെ ചിത്ത് ചനയുടെ ചതുർത്ഥി വിഭക്തി സ്ത്രീലിംഗത്തിന്റെ രൂപം നമുക്ക് ഇവിടെ കൊടുക്കണം. ഓക്കെ, അപ്പൊ എങ്ങനെ പറയാം? കസ്യൈ അധികം ചിത്, കസ്യൈ ചിത്. കസ്യൈ ചിത് ഭിക്ഷുക്കൈ ധനം ദത്തവതി. ഇനി പുത്രഃ ഡാഷ് വാഹനേന ഗച്ഛതി. മോൻ അല്ലെങ്കിൽ പുത്രൻ വാഹനത്തിലൂടെ പോകുന്നു. ഏത് വാഹനത്തിലൂടെ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അവിടെ ഒരു വാഹനത്തിലൂടെ പോകുന്നു. അപ്പൊ ഏതോ ഒരു വാഹനം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെ? വാഹനേന എന്നത് തൃതീയ വിഭക്തിയാണ് അല്ലെ, നപുംസകലിംഗമാണ്. അപ്പൊ നപുംസകലിംഗത്തിന്റെ കിം ശബ്ദത്തിന്റെ തൃതീയ എങ്ങനെ വരും? കേനചിത്. ഓക്കെ, ഇനി ഡാഷ് നഗരേ വാഹനാനി ന സന്തി. നഗരത്തിൽ വാഹനങ്ങൾ ഇല്ല. ഏത് നഗരത്തിലെന്ന് വ്യക്തമല്ല. അപ്പോൾ ഇവിടെ നഗരേ എന്നത് സപ്തമി ആയതുകൊണ്ട് കിം ശബ്ദത്തിന്റെ സപ്തമി രൂപം എന്താണ്? കസ്മിൻ അധികം ചിദാണ്, കസ്മിൻശ്ചിദ് അല്ലെ. ഏതോ ഒരു നഗരത്തിൽ വാഹനങ്ങളൊന്നും ഇല്ല. ഇനി അടുത്തത്
ഡാഷ് പുസ്തകം പതിതമാസീത്. പുസ്തകം വീണിട്ടുണ്ടായിരുന്നു. ഏത് പുസ്തകം? ഏതോ ഒരു പുസ്തകം. അപ്പോൾ ഇവിടെ പുസ്തകം എന്നത് നപുംസകലിംഗമാണ്. അപ്പോൾ നപുംസകലിംഗത്തിന്റെ ചിത് കിഞ്ചിത്. കിം അധികം ചിതാണ് കിഞ്ചിത് എന്നാവുന്നത്. ഇനി ഡാഷ് വസ്ത്രാണി വിക്രേതവ്യാനി. വസ്ത്രങ്ങൾ വിൽക്കാനുണ്ട്. അപ്പോൾ കുറച്ച് വസ്ത്രങ്ങൾ എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്ന് വിശദീകരിച്ചിട്ടില്ല. നീലയാണോ പച്ചയാണോ മഞ്ഞയാണോ എന്നിങ്ങനെയൊന്നും വിശദീകരിച്ചിട്ടില്ല. കുറച്ച് വസ്ത്രങ്ങൾ. അപ്പോൾ ഇവിടെ വസ്ത്രാണി എന്നതിന്റെ ചിത്ത് ചന എങ്ങനെ വരും? കാനീചിത് വസ്ത്രാണി. വസ്ത്രാണി നപുംസകലിംഗ പ്രഥമ വിഭക്തി ബഹുവചനമാണ്. അപ്പോൾ ഇവിടെ കാനീചിത് എന്ന് നമ്മൾ കൊടുത്തു. ഇനി സാ ഡാഷ് മഹിള മാർഗം പൃച്ഛതി. അവൾ മഹിളയോട് വഴി ചോദിക്കുന്നു. അപ്പോൾ ഇവിടെ സാ അവൾ ഏതോ ഒരു മഹിളയോട് മാർഗത്തെ ചോദിക്കുന്നു. അപ്പോൾ ഇവിടെ മഹിളാം എന്നതിൻ്റെ ആണ് കാം അധികം ചിത് കാഞ്ചിത് എന്ന് ദ്വിതീയ വിഭക്തി ഏകവചനം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയാ, മഹിളാം അതിന്റെ തൊട്ട് പിന്നിലായിട്ടാണ് കാഞ്ചിത് എന്ന് വന്നിരിക്കുന്നത് അല്ലെ. മഹിളാം ദ്വിതീയ വിഭക്തി ഏകവചനമാണ്. അതുകൊണ്ട് കാം അധികം ചിത് കാഞ്ചിത് എന്ന് പ്രയോഗിച്ചു. പിന്നെ ഇവിടെ നോക്കൂ, ഇത് ചിത്തചന എന്താ പറയുക വാക്യങ്ങളാണ്. ഇവിടെ ഒന്നും കൂടി പറയാനുള്ളത് എല്ലാവർക്കും അറിയാം. ഇവിടെ മാത എന്നത് വിശേഷ്യമാണ്, കാച്ചിത് എന്നത് വിശേഷണമാണ്. അങ്ങനെ ഈ ചിത്തചന പ്രയോഗ വിശേഷ്യ വിശേഷണവും കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശിഷ്യാൻ വിശേഷ്യം, കാൻശ്ചിത് എന്നത് വിശേഷണം, आपणादि विशेष्यं कस्माचिद् विशेषणं, भिक्षुक्ये विशेष्यं कस्यैचिद् विशेषणं, वाहनेन विशेष्यं विशेषणं, വിശേഷ്യം വിശേഷണം വിശേഷ്യം വിശേഷണം. അങ്ങനെ ഇതെല്ലാം വിശേഷ്യ വിശേഷണവും കൂടിയാണ്. ഓക്കെ.